വത്തിക്കാൻ സ്വിസ് ഗാർഡിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒക്ടോബർ 4 നടന്നു. അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയാണ്. ചടങ്ങ് നടന്ന ദിവസം ശനിയാഴ്ചയായിരുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചതാണ്. അതായത് മെയ് 6 നടക്കേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു. അതായിരുന്നു ഇപ്പോൾ ഒക്ടോബർ 4 മാറ്റിവെച്ചത്. വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിലെ സാൻ ദമാസ് കോർട്ട്യാർഡിൽ വെച്ചാണ് ഇത് നടന്നത്. പുതുതായി 27 യുവ സ്വിസ് പൗരന്മാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഗാർഡ് കോർപ്സിൽ പ്രവേശിപ്പിച്ചത്. ഒപ്പം ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് 1968 പോപ്പ് പോൾ 6 ശേഷം പോപ്പ് ലിയോ 14 നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ സ്വിസ് ഗാർഡ് സത്യപ്രതിജ്ഞാ ചടങ്ങാണിത്. അതായത് 1968 ശേഷമാണ് ഒരു മാർപ്പാപ്പ സ്വിസ് ഗാർഡിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു ചരിത്രപരമായ പ്രാധാന്യം ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായിരുന്നു. അവർ ചൊല്ലുന്ന പ്രതിജ്ഞാ വാചകം ഇങ്ങനെയാണ്: പുതിയ അംഗങ്ങൾ പോപ്പ് ലിയോ 14 അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കെതിരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. വിശ്വസ്തത, കൂറ്, ബഹുമാനം എന്നിവയോടെ സേവിക്കുമെന്നും അവർ ഉറപ്പ് നൽകി. പോപ്പ് നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ: തൻ്റെ ഭരണത്തിൻ്റെ ആരംഭം മുതൽ ലഭിച്ച വിശ്വസ്തമായ സേവനത്തിന്, സ്വിസ് ഗാർഡിൽ നിന്ന് ലഭിച്ച വിശ്വസ്തമായ സേവനത്തിന് പോപ്പ് ലിയോ നന്ദി അറിയിച്ചു. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിലുള്ള വിശ്വാസവും അവിടുത്തെ സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം പുതിയ ഗാർഡുകളോട് ആഹ്വാനം ചെയ്തു. ഒപ്പം അച്ചടക്കം, ത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനം എന്നിവയുടെ മൂല്യം യുവാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന
സുപ്രധാനമായ സാക്ഷ്യമാണ് ഈ സത്യപ്രതിജ്ഞയെന്നും പോപ്പ് ഊന്നി പറഞ്ഞു. ഇതിൽ സ്വിസ് പ്രസിഡന്റ്, നമുക്കറിയാം സ്വിസ് ഗാർഡുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആളുകളാണ് സ്വിസ് ഗാർഡുകളായിട്ട് മാർപ്പാപ്പയെ സംരക്ഷിക്കാൻ കാലങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതിന് സ്വിസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഒപ്പം കർദിനാൾമാർ, മറ്റ് സിവിൽ സൈനിക ഉദ്യോഗസ്ഥർ, പുതിയ ഗാർഡുകളുടെ കുടുംബാംഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്.